ക്രിക്കറ്റ് ബോളിൻ്റെ ഇനാണ് കേട്ടോ ഇത്. ബനാന സപ്പോട്ട കേട്ടോ. ഇത് വലിയ മരം കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള കായ അതാ കണ്ടില്ലേ, ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നിറയെ കായാണ്. ഇതൊക്കെ കായ ബ്ലാക്ക് സപ്പോർട്ടിൻ്റെ മരം കേട്ടോ. പല ഇനങ്ങളിലുണ്ട്. വലിയ കായ റൗണ്ട് ചെയ്തിട്ടുള്ള വേറെ ഇനം കായ, നല്ല വലിയ കായ ഇതിലുണ്ട് ഈ മരത്തിനുണ്ടായി. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് കൊട്ടപ്പുറം കർഷക സേവന കേന്ദ്രത്തിലാണ്. അപ്പോൾ ഇവിടെ കാഴ്ചയ്ക്കുന്ന ഒരുപാട് സപ്പോർട്ടുകളുണ്ട്, അതുപോലെ തന്നെ വിവിധ ഇനം വെറൈറ്റികളുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ടോളി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു സപ്പോട്ട മരത്തിനാണ്. സപ്പോട്ട ഞങ്ങളുടെ അടുത്ത് ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഒരു 10ൽ കൂടുതൽ ഇനം വെറൈറ്റികൾ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സപ്പോർട്ടിനെ പരിചയപ്പെടുത്തുകയാണ്. ഓരോ ഇനത്തിന് നമ്മൾ നേരിൽ മരം കാണിച്ചുകൊണ്ട് തന്നെ പരിചയപ്പെടുത്താം. ഇത് ഒരു നല്ല ഇനം തൈയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ തന്നെ കായുണ്ട്. ഇതിൻ്റെയൊക്കെ കണ്ടില്ലേ, ഇതിലൊക്കെ ചെറിയ ചെറിയ മരത്തിൽ പോലും കായകളുണ്ട് കേട്ടോ. അതൊക്കെ ചെറിയ ചെറിയ കായായി വരുന്നു. ഒക്കെ കായകളാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള കായ, ഇവിടെയൊക്കെ കായുണ്ട്. ഈ ചെറിയ മരത്തിൽ പോലും ഇത് കായ്ക്കും. പൊതുവേ നമ്മളെല്ലാവരും ചിക്കുവിനെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അങ്ങാടിയിലെത്തിയാൽ ഒരു ജ്യൂസ് കുടിക്കണമെന്ന് കണ്ടാൽ ചിക്കുണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളതിന് പരിചയപ്പെടാത്ത ആളുകൾ ആരും തന്നെ ഉണ്ടാവില്ല. എങ്കിൽ പോലും ഈ മരങ്ങളെ ഒന്ന് നമുക്ക് നേരിൽ പരിചയപ്പെടുത്താം. ഇത് വലിയ മരങ്ങളാണ് കേട്ടോ. വലിയ കവറിൽ കണ്ടില്ലേ, ഇതിൻ്റെ കവർ സൈസൊക്കെ കണ്ടില്ലേ, വലിയ കവറിൽ ഇതിൻ്റെ ഉള്ളിൽ കായുള്ള മരങ്ങൾ അവിടെ ഇതൊക്കെ കായുള്ളതാണ്. ചിലൊരു മരമൊക്കെ വേണമെങ്കിൽ കായുള്ളതിനെ കൊണ്ടുപോയി വെക്കാം. വലിയ മരങ്ങളുണ്ട്, ഏത് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ കഴിയും കേട്ടോ. ഈ നല്ല നല്ല മരങ്ങൾ കൊണ്ടുപോയി വെക്കണമെങ്കിൽ, വലിയ മരങ്ങൾ കൊണ്ടുപോയി വെക്കണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോയി വെക്കാം. ചെറുത് വെക്കണമെങ്കിൽ വെക്കാം. 125 മുതൽക്കുള്ള തൈകളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് കൃഷിയായിട്ട് ചെയ്യാം. ഒരു 250 ഒക്കെ നല്ല മരമായ അത്യാവശ്യം നല്ല തൈ തന്നെ കൊണ്ടുപോയി വെക്കാൻ കഴിയും. അത്തരം തൈകളൊക്കെ ആവും നമുക്ക് വെക്കാൻ ഏറ്റവും നല്ലത്. ഒരു 250 തൈയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും നഷ്ടപ്പെട്ടു പോകില്ല. നല്ല തൈയായിട്ട് തന്നെ കൊണ്ടുവരാൻ കഴിയും. അതിൻ്റെ മുകളിലൊക്കെ കണ്ടല്ലേ, ഈ മരത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നിറയെ കായാണ്. ഇതൊക്കെ കായതാണ് വരുന്നത്, നിറച്ച് കായാണ്. ഇത് കായ ഉണ്ടാവുന്ന സമയം ഇല്ല, അതിൽ ഇല്ല ഇതിന് വല്ലാതെ പൂ കൊഴിയല്ലേ, ആയ പൂവുകളൊക്കെ തന്നെ കായലേക്ക് വരുന്നുണ്ട്. ഇത് ബാരലിലൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധയോട് കൂടി തന്നെ ചെയ്യണം. മണ്ണിൽ വെക്കുകയാണെങ്കിൽ വലിയ കുഴിയെ മൂടി നന്നായിട്ട് വളമൊക്കെ ചേർത്ത് കുഴിച്ചിട്ടാൽ ഒരു കൊല്ലം കൊണ്ട് തന്നെ ഇത് കായലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. വല്ലാതെ വെഴുകില്ല. രണ്ടാമത്തെ വർഷം എന്തായാലും കായലുണ്ടാവും, വല്ലാതെ വെഴുകില്ല. വലിയ കീടങ്ങൾ വലിയൊരു ആക്രമണം ഇല്ലാത്തൊരു സാധനം തന്നെയാണിത്. കീടങ്ങൾ ശല്യം പൊതുവേ കുറവാണ് സപ്പോട്ടയ്ക്ക് വളപ്രയോഗം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. നന്നായിട്ട് വളം കൊടുത്താൽ തന്നെ നന്നായിട്ട് കായ ഉണ്ടാവുള്ളൂ. ഇതിന് മുകളിൽ ഇപ്പോൾ 5-8 കായ ഒരു കണ്ണിയിൽ തന്നെ ഉണ്ടാവും. ഇതുപോലെ ഈ മരത്തിന് മുകളിൽ ഇതിന് മുകളിൽ ഒരു 50 ചെറിയ ഈ മരത്തിൻ്റെ മുകളിൽ തന്നെ 50 കൂടുതൽ കായ ഇപ്പോൾ അടുത്ത സമയത്തായിട്ട് വരും. അപ്പോൾ എന്താ പറയുക, അതിനനുസരിച്ചുള്ള തിന്നാൻ കൊടുക്കൽ വേണം അതിന്. കാരണം നന്നായിട്ട് വളങ്ങളൊക്കെ കൊടുത്താൽ തന്നെ കായ വലുതാവുള്ളൂ. കായ വലുതാവുള്ളൂ. വലിയ കായയിലേക്ക് വരണമെങ്കിൽ വളമൊക്കെ നന്നായിട്ട് കൊടുക്കണം. ആ വളം കൊടുത്തിട്ട് തന്നെ നന്നാക്കി എടുക്കണം. അതിൽ പൊതുവേ നല്ലത് എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ജൈവപൊട്ടാഷൊക്കെ ഉള്ളൊരു വളം കൊടുക്കുക, ചാണകപ്പൊടി കൊടുക്കുക. മണ്ണിൽ വെക്കുകയാണെങ്കിൽ, ബാരലിലാണ് വെക്കുന്നതെങ്കിൽ വളരെ ശ്രദ്ധയോട് കൂടി തന്നെ ആണ് ചെയ്യേണ്ടത്. ബാരലിൽ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പം പൊതുവേ ഭൂമി ഇല്ലാത്തത് കൊണ്ട് പല ആളുകളും ഇത്തരം സാധനങ്ങളൊക്കെ ബാരലിലാണ് കൃഷി ചെയ്യണത്. ബാരലിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ചകിരി കമ്പോസ്റ്റ് വേണം. അതുപോലെ തന്നെ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ജൈവപൊട്ടാഷ് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച്, മണ്ണും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ബാരലിലേക്ക് നിറയ്ക്കേണ്ടത്. നിറയ്ക്കുന്നതിന് മുന്നേ ബാരലിന് കൃത്യമായിട്ട് ഒരു അടിഭാഗത്ത് ഓള് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ആ ഓളേൻ്റെ അടുത്ത് ഓട്ടുപൊളിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചുകൊണ്ട് മണ്ണയിൽ നിറച്ച് അതിൻ്റെ മുകളിൽ തൈ വെക്കുന്നതായിരിക്കും ഏറ്റവും ഗുണകരമാകുക. എന്തായാലും മഴക്കാലം വന്നാൽ വെള്ളം പുറത്തേക്ക് ഒഴിഞ്ഞു പോകാനുള്ള സാഹചര്യം നമ്മൾ തന്നെ നന്നാക്കി ഉണ്ടാക്കി കൊടുക്കണം. ചകിരി കമ്പോസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള സാഹചര്യം കുറയും. അതുകൊണ്ട് ചകിരി കമ്പോസ്റ്റ് കൂടി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ടൊരു മരം നമുക്ക് സംഘടിപ്പിച്ച് ഉണ്ടാക്കാൻ കഴിയട്ടോ. ഇതിൻ്റെ ആദ്യം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ കൃത്യമായിട്ട് എങ്ങനെ വേണം നടേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ വീഡിയോ പരിശോധിച്ചാൽ തന്നെ അറിയാം എങ്ങനെ നടണമെന്നുള്ളത് കേട്ടോ. ഇത് വെരിക്കേറ്റഡ് സപ്പോർട്ട് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയുള്ള സപ്പോർട്ടാണെന്നുള്ള ഇതിൽ കണ്ടാൽ മതി ഇതിനെ. അത് അല്ലാതെ നമ്മൾ കായക്ക് വേണ്ടി വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ട. കായ വേഗം ഉണ്ടാവും, കായൊക്കെ ഉണ്ടാവും. വീട്ടുമുറ്റത്തൊരു അലങ്കാര ചെടി എന്നുള്ള രീതിയിൽ തന്നെ കാണുള്ളൂ. ഇതേ ബ്ലാക്ക് സപ്പോർട്ടിൻ്റെ മരം കേട്ടോ. അതെ ബ്ലാക്ക് സപ്പോർട്ടാണെന്ന് പറയാം. നല്ല ഇത് കായ്ക്കാനായാണ് മരം, കായലേക്ക് വരാനാണ്. പിന്നെ പല ഇനം വെറൈറ്റികളാണ്. ഇതൊക്കെ തന്നെ പല ഇനങ്ങളിലുണ്ട്. ഇതൊക്കെ സപ്പോർട്ടിൻ്റെ മരങ്ങൾ തന്നെയാണ്. ഇതൊക്കെ ഏത് വേണമെങ്കിലും നോക്കിയെടുക്കുക. ഇതിൻ്റെ കായ കണ്ടില്ലേ, ഇതിൻ്റെ കായക്ക്
അതെ ഇതിൻ്റെ കായ കണ്ടോ, ഒരു പ്രത്യേക കായ, വലിയ കായ, ഒരു റൗണ്ട് ചെയ്തിട്ടുള്ള വേറെ ഇനം കായ, നല്ല വലിയ കായ ഇതിലുണ്ട്, ഈ മരത്തിനുണ്ടായിരുന്നു. പിന്നെ ഉള്ളിൽ ഒരുപാട് വെറൈറ്റി മരങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഏത് വേണമെങ്കിലും നോക്കി എടുക്കാം നമ്മളെടുത്ത്. പിന്നെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന ചെറിയ ചെറിയ ഇനം സപ്പോർട്ട് കൂടി കാണിച്ചു തരാം. ഇത് ഒരു ഇനമാണ്. ഇതിപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇത് ക്രിക്കറ്റ് ബോളിൻ്റെ ഒരു വെറൈറ്റി കേട്ടോ. ഇതൊക്കെ കായലേക്ക് ഇനി തുടർച്ചയായിട്ട് കായ തന്നെ വരുന്നത്. അതിന് മുകളിൽ കായ ആയി കഴിഞ്ഞില്ലേ, ചെറിയ കായകളായി തുടങ്ങി. ഇനി ബനാന സപ്പോർട്ടിൻ്റെ ഇവിടെ വേറെ ഒരു ഇതുകൂടി കാണിച്ചു തരാം. നല്ല ബനാന സപ്പോർട്ട് ഉണ്ട് ഞങ്ങളെടുത്ത്, അതവിടെയാണ്. ഇത് വലിയ മരം കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള കായ അതാ കണ്ടില്ലേ. ഇതിൻ്റെ ഉള്ളിലൊക്കെ കായുള്ള മരങ്ങൾ കുറേ ഉണ്ട്. ഇപ്പോഴും കായ ഉണ്ട്. ഇത് കായുള്ളതാണ്. ഇതൊക്കെ തന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ കായലേക്ക് പൂവും കായായിട്ട് വരികയാണ്. കായ കൃത്യമായിട്ടും കായ്ക്കുന്ന ഉറപ്പിച്ച് കൊണ്ടുപോകാം. 450 രൂപയുള്ളൂ കേട്ടോ ഈ തൈക്കൊക്കെ. ഇത് വലിയ മരങ്ങൾക്ക് പോലും ഇത്ര വലിയ മരമാണ്. ഇതിന് 450 രൂപക്കാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കായുള്ള ഇത്തരം മരങ്ങളൊക്കെ ഇന്ന് കൊണ്ടുപോകാൻ കഴിയും. ചെറിയ റേറ്റേ ഉള്ളൂ എന്ന് തന്നെ പറയാം. ഇതൊക്കെ ആ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന മരങ്ങളാണ് കേട്ടോ. ഇത് കണ്ടില്ല, നല്ല മരം, നല്ല ബുഷ് മരമാക്കി മാറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ആ രീതിയിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ മരങ്ങളിലുണ്ട്. നല്ല നോക്കി തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ നമ്പറുമായി ബന്ധപ്പെട്ടാൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയും. ഇതിൻ്റെ ഉള്ളിലൊക്കെ കായുള്ള മരങ്ങളുണ്ട് കേട്ടോ. ഇതിലധികം ക്രിക്കറ്റ് ബോളാണ് ഈ ഭാഗത്തുള്ളത്. നല്ല മരങ്ങളുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് എടുത്ത് കൊണ്ടുപോകാം. ഇതൊക്കെ ഒരേ റേറ്റിലുള്ള സാധനങ്ങളാണ്. 450 രൂപൻ്റെ മരങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ. ഇവിടെയൊക്കെ ആയ മരങ്ങളാണ് ഉള്ളത് കേട്ടോ. ഈ ഭാഗമൊക്കെ 450 മരങ്ങളാണ്. ഞങ്ങൾ ഈ കർഷക സേവന കേന്ദ്രത്തിൽ സപ്പോർട്ട് മാത്രമല്ല ഇട്ടുള്ളത്. ഇതൊക്കെ കലാപ്പാടി മാവാണ്. കലാപ്പാടി മാവ് മാത്രം ഞങ്ങൾ 25,000-ൽ കൂടുതൽ മാവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനുള്ളൊക്കെ മാങ്ങിയുള്ള ഒരുപാട് മാവുകൾ തന്നെ ഉണ്ട് കേട്ടോ. 1000 രൂപയുള്ള ഈ മാവിനൊക്കെ വില. ഇത്തരം മാവുകൾ ഞങ്ങളടുത്ത് വിൽപ്പനയ്ക്കുണ്ട്. ഏത് മാവ് വേണമെങ്കിലും ഞങ്ങളടുത്ത് ഇവിടെ വന്നാൽ കിട്ടും. ഒരുവിധം എല്ലാ വിദേശ മാവുകളും നാട്ടിലെ നമ്മുടെ സ്വദേശ മാവുകളും എല്ലാം തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത്തരം സാധനം കൂടി നമുക്ക് കൊടുത്തു പോകാൻ കഴിയും. ഇനിയിപ്പോൾ സപ്പോർട്ട് തന്നെ കാണാം. ബനാന സപ്പോർട്ടാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അടുത്ത വർഷത്തിൽ കായോട് കൂടി കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ബനാന സപ്പോർട്ടയാണ് നമുക്ക് ഉറപ്പിച്ച് കൊടുക്കാൻ കഴിയും. ഇത് അടുത്ത കായ വരുന്നതിന് ശേഷം തന്നെ നീളമുള്ള കായ കണ്ടിട്ട് കൊടുക്കാമെന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ കൊടുക്കാൻ നിൽക്കുന്നത്. കായോട് കൂടി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇട്ടത്. ഇതൊക്കെ ബനാന സപ്പോർട്ടയാണ്. 2000-ൽ കൂടുതൽ ബനാന സപ്പോർട്ട് മാത്രം ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലൂടെ ഉണ്ട്. ഞങ്ങളെടുത്ത് 200 രൂപൻ്റെ തൈ മുതൽ 900 രൂപൻ്റെ തൈ വരെ സപ്പോർട്ടയിലുണ്ട് കേട്ടോ. വലിയ മരം അവിടെ കണ്ടില്ല, അതിന് 900ആണ്. 450 ഞാൻ കാണിച്ചു തന്ന്. 450 നല്ലതുണ്ട്, 250 ഉണ്ട്, 350 ഉണ്ട്. അതെല്ലാം പല റേറ്റിലുള്ള സപ്പോർട്ടുകളുണ്ട്. എന്താണെങ്കിലും 200 രൂപയിൽ നിന്ന് തുടങ്ങി 900 രൂപ വരെയുള്ള സപ്പോർട്ടേ ഇതിൻ്റെ ഉള്ളിലുള്ളൂ. വലിയൊരു വില സപ്പോർട്ടേ ഞങ്ങൾ വാങ്ങുന്നില്ല എന്ന് അതിന് തന്നെ മനസ്സിലാവും. നല്ല തൈകളാണ് കൊടുക്കുന്നത്. സപ്പോർട്ട കാഴ്ച നിൽക്കുന്ന മരങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ചെറിയ തൈകൾ മുതൽക്ക് 200 രൂപൻ്റെ തൈയിൽ നിന്ന് തുടങ്ങി 900 രൂപൻ്റെ തൈകൾ വരെ ഞങ്ങൾ വിൽപ്പനയിലുണ്ട്. ഏത് തൈകൾ വേണമെങ്കിലും നമ്മൾക്ക് ഇവിടെ നിന്ന് എടുത്തു പോകാൻ കഴിയും. അതിൻ്റെ നമ്പർ 8078 160 450 94 97 660 450. ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഈ സാധനത്തെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും നമ്മൾ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ സപ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം.